ഈ ന്യൂസ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം ബന്ധുവിന്റെ ക്രൂര പീഡനവും. ആ 4 വയസ്സുകാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഏറെ ദുരിതവും ദുഃഖവും വേദനയും ഒക്കെ ഏറ്റുവാങ്ങിയാണ്. കുഞ്ഞിനെ അങ്കനവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടുവരുന്നു. അതിനോട്ടം നടക്കുമ്പോൾ സാധാരണഗതിയിൽ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെങ്കിലും അത് വെള്ളം അകത്ത് ചെന്നുള്ള മരണമാണ്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം സാധാരണഗതിയിൽ അധികം സമയം എടുക്കാൻ വഴിയില്ല. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയം എന്ന് പറയുന്നത് അല്പം നീണ്ടുപോയി. അപ്പോൾ തന്നെ ചില സംശയങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത് നീണ്ടു പോകുന്നു എന്നത് സംബന്ധിച്ച്. അങ്ങനെയാണ് ഈ ഡോക്ടർ ഒരു വിവരം പോലീസിനോട് പറയുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. അതായത് ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടതായി ചില സംശയങ്ങൾ ഉണ്ട് എന്ന്. അതിന് കാരണമായിട്ടുള്ളത് ഈ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ രക്തസ്രാവം ഉണ്ടായിരുന്നു, ദേഹത്തടക്കം പാടുകളുണ്ടായിരുന്നു. ഈ നിർണായകമായിട്ടുള്ള ഈ വിവരം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിനോട് പറയുന്നു. അത് വലിയ വഴിത്തിരിവാണ്, വലിയൊരു മാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത്. വലിയ ആഘാതം അല്ലെങ്കിൽ വലിയ നടുക്കം ഈ ഹായ് ഹലോ. 2 ദിവസമായിട്ട് നമ്മൾ ടി വിയിൽ കാണുന്നത് മൊത്തം ആ മോളുടെ മരണത്തെക്കുറിച്ചാണ് അല്ലേ. കുറേ ദിവസമായിട്ട്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമ്മ തന്നെ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് അമ്മയെ ആത്മഹത്യ ചെയ്തു. ഇവിടെ അതിന് വിപരീതമായി ആ മോളെ കൊലപ്പെടുത്തിയിട്ട് അമ്മ മരണപ്പെട്ടിട്ടില്ല. അതൊരു ഭാഗ്യം. അപ്പം തന്നെ ചിന്തിച്ചോണം, ആ അമ്മ മരിക്കാതിരിക്കുകയും ആ അമ്മ മൗനം പാലിക്കുകയും ആ അമ്മ മനോരോഗിയാണെന്നിപ്പോൾ പറയുന്നു. അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അവരെങ്ങനെ മനോരോഗിയായി, എന്തുകൊണ്ടായി എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. ഇത് നമ്മൾ ടി വിയിൽ കുറേ ചർച്ച നടത്തി. ഇതൊക്കെ എന്തിനു പറയുന്നു, പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ചുമ്മാ ഒരു പറയുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ മോൾക്ക് ഇപ്പം 3.5 വയസ്സ് പോട്ടെ, 4 വയസ്സ്, 1.5 വർഷം മുമ്പ് തന്നെ അയാൾ പീഡിപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ്, സ്വന്തം അപ്പൻ്റെ സഹോദരൻ. ഒന്ന് ഓർത്തു നോക്കിയേ, ആ കുട്ടി 1.5 വർഷം മുമ്പ് എത്ര വയസ്സ് കാണും അവൾക്ക്? ദൈവമേ, ഒന്ന് പിച്ചുന്നതോ നുള്ളുന്നതോ അടിക്കുന്നതോ പോലെയല്ല അതിനെ പീഡിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ആന്തരിക ഇൻറ്റേർണൽ ഓർഗൻസിൽ പോലും ക്ഷതമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധനത്തിന് ആ കൊച്ചിനെ ഇരയാക്കിയിട്ടുണ്ട്. അത് എത്രമാത്രം വേദന സഹിച്ചു കാണും. ആ അമ്മ പറയുന്നത് വിശ്വസിക്കാനേ പറ്റത്തില്ല. ഒരു കുട്ടിയെ, ഈ ഇത്രയും ചെറിയ കുട്ടിയെ മോളെ കുളിപ്പിക്കുമ്പോഴും അതിൻ്റെ മാറ്റങ്ങളും എല്ലാം ഇച്ചിരിയെങ്കിലും വേദന കാണിക്കാതിരിക്കുമോ ആ കുട്ടി? ഇവർ ഈ കുടുംബം, ആ കുട്ടിയുടെ കൂടെ ജീവിച്ചവരെല്ലാം കള്ളവാണ് പറയുന്നത്. കാരണം ഇത്രയും ആയിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അതാണ് അന്വേഷിക്കേണ്ടത്. ഒരിക്കലുമല്ല. വീഡിയോ ചെയ്യണമെന്ന് പോലും താല്പര്യമില്ലായിരുന്നു. പക്ഷെ വീണ്ടും ആ മോളുടെ മുഖം നമ്മുടെ മുന്നേ വരും. ഫോൺ എടുക്കുമ്പോഴും ടി വി തുറക്കുമ്പോഴും ഈ ന്യൂസല്ലേ നമ്മൾ കേൾക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും? നമുക്ക് ഇതുപോലൊരു നിയമം കൊണ്ടുവരാൻ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് ജയിലിലിടും, അടുത്ത മാസം അവൻ ജാമ്യത്തിലും ഇറങ്ങും. അറ്റ്ലീസ്റ്റ് ഇതിനു മുമ്പ് മറ്റേ ഓരോ കുട്ടികളുടെ അനുഭവം വരുമ്പോഴും നമ്മൾ വന്ന് ഇങ്ങനെ പ്രസംഗിക്കും. ജാമ്യം കൊടുക്കാതിരിക്കുക, ആ കൈ 2 അങ്ങ് വെട്ടുക, അതാണ്. അതിനപ്പുറം ഒരു നിയമവും ഇല്ല. ആ കൈ 2 അങ്ങ് വെട്ടിക്കളയുക. അത്രയെങ്കിലും ചെയ്തുകൂടെ? ഓരോ അമ്മമാരുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്നും വേണ്ട. ആ കുട്ടിയുടെ ബിഹേവിയർ ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അത് സന്തോഷത്തോടെ പിന്നെയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് കാണും. അല്ലാതെ എങ്ങനെ ഇതിനെ നമ്മൾ കാണേണ്ടത്? ദയവ് ചെയ്ത് അത്രയെങ്കിലും അധികാരികൾ ചെയ്യുക. ഈ ന്യൂസ് 1 2 അല്ല, ഇപ്പം എത്രയോ നാളുകളായിട്ട് ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ കൈയെങ്കിലും വെട്ടിയിട്ട് ഇതാണ് ഇനി നിയമം. പൊടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് കാണിക്കുമ്പം ഇതാണ് ഇവിടുത്തെ നിയമമെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് പുറപ്പെടുവിച്ചുകൂടെ അധികാരികൾക്ക്? അമ്മയെ പിടിച്ച് ജയിലിലിട്ടുണ്ടോ, അവനെ പിടിച്ച് ജയിലിലിട്ടുണ്ടോ, അപ്പനെ പിടിച്ച് ജയിലിലിട്ടുണ്ടോ, ഒന്നും ഇത് തീരാൻ പോകുന്നില്ല.
തക്കതായ ശിക്ഷ എന്തെങ്കിലും ഈ പൊടിക്കുഞ്ഞുങ്ങളെ, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു, പൊടി പൈതലുകളെ ഇങ്ങനെ ചെയ്യുമ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ? അറിയാതെങ്കിലും ആഗ്രഹിച്ചു പോന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. രണ്ട് ദിവസത്തേന് ടി വിയിലും ചാനലിലും ഇതുപോലെ യൂട്യൂബേഴ്സിനൊക്കെ യൂട്യൂബ് ഇടാനുമുള്ള ഒരു ചർച്ചയായിട്ട് മാത്രമേ ഇതിലൊതുങ്ങൂ. പിന്നെ നാളെ വേറൊരു മോളായിരിക്കും വേറൊരു സ്ഥലത്ത്, അതൊക്കെ കാണാൻ പോകുന്നുള്ളൂ. നമ്മളെ വേദന കൊണ്ട് ഇത്രയെങ്കിലും വന്നൊന്ന് പറയുന്നതാ. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തുന്നു. കൂടുതൽ നമ്മൾ എന്ത് പറയാൻ, അതിൻ്റെ ന്യൂസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയുന്നതാ കാണുന്നതാ എങ്കിലും നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.